അങ്ങനെ അവസാനം SIR-നെതിരെ BJP-യും രംഗത്തെത്തി. കാര്യം എന്താണെന്നല്ലേ, നമുക്കൊരു വീഡിയോ കാണാം. കണ്ടല്ലോ, ഇതാണ് പ്രശ്നം. ഇത് മാത്രമല്ല, BJP മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി ഇത് നടക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ SIR പ്രോസസ്സ് ജൂൺ 30 മുതൽ ജൂലൈ 29 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കുറെ പ്രശ്നങ്ങൾ BJP ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ കാര്യം നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ. അതായത് സ്റ്റുഡന്റിനെ കൊണ്ട് ഈ SIR ഫോം ഫില്ല് ചെയ്യിക്കുന്നു എന്നുള്ള ഒരു അലിഗേഷൻ. ഇതിൽ BJP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർണാടകയിലെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് SIR ഫോം ഫില്ല് ചെയ്യിക്കുന്നുണ്ട്. അതൊരു ചൈൽഡ് ലേബർ ആണ് എന്നാണ് BJP എന്ത് ചെയ്യുന്നത്, അക്യൂസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഗവൺമെന്റ്, അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് തെറ്റുമോ എന്നുള്ള സംശയം ആളുകൾക്ക് ഉണ്ടാകും. എന്നാൽ അതേസമയം ഈ BLO-മാര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടികൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ആർക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം BLO-മാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ BLO-മാർക്ക് വലിയൊരു പ്രോസസ്സ് ചെയ്തു തീർക്കാനുണ്ട്. അതായത് ഈ ഫോം ആദ്യം കളക്ട് ചെയ്യണം, അതിനുശേഷം ഈ ഫോം എത്തിച്ചു കൊടുക്കണം കൃത്യമായി, അതിനുശേഷം അത് ഫില്ല് ചെയ്യണം, അതിനുശേഷം അത് കളക്ട് ചെയ്യണം, എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ വലിയൊരു പ്രോസസ്സിലോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ലിമിറ്റഡ് ടൈമാണ്. അതായത് ഈ കൊടുത്ത ഒരു ലിമിറ്റഡ് പീരീഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. അത് അവർക്ക് വലിയൊരു ബേർഡൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റൻസ് ഇവർ എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ പക്ഷം. എന്നാൽ അതേസമയം ഈ കുട്ടികൾ എന്ന് പറയുന്നത് അത് അത്ര ചെറിയ കുട്ടികളല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യാൻ സാധിക്കും. കാരണം സ്റ്റുഡൻസ് ആണ്, അവർ പഠിക്കുന്നതാണ്, അപ്പോൾ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇനി അതേസമയം അതുപോലെ BJP പറഞ്ഞിട്ടുള്ള മറ്റൊരു, അതായത് ഇതിലെ അലിഗേഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ എന്നാണ്. ഇത് ചൈൽഡ് ലേബർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം കുട്ടികൾ ഇതുപോലുള്ള ഇത് സർവീസ് ആയിട്ടാണ് കാണേണ്ടത്. അതായത് കുട്ടികൾക്ക് ഇനിയും കൂടുതലായിട്ടുള്ള ആളുകളെ, ജനങ്ങളെ, പൊതുജനങ്ങളെ സേവിക്കാനുള്ള അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിലുണ്ടാകും. കാരണം ഇതൊരു സർവീസ് ആണ്. കുട്ടികൾക്ക് ഇപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് രാജ്യത്തെ, അതായത് സാധാരണക്കാരെ എന്ത് ചെയ്യണം, സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കൂടി, ഒരു സർവീസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചൈൽഡ് ലേബർ എന്ന് ഒറ്റയടിക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. എന്തോരം ചൈൽഡ് ലേബർ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നു. ഇതൊന്നും ഇവർക്ക് കാണുകയും ചെയ്യേണ്ട, കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട, അതൊന്നും നിർത്തലാക്കുകയും ചെയ്യേണ്ട. ഇവർ അതായത് സാധാരണക്കാർക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റാത്ത സാധാരണക്കാരെ കുട്ടികൾ സഹായിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് അവർ ചൈൽഡ് ലേബർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് BJP പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡോർ ടു ഡോർ വെരിഫൈ ചെയ്യാത്ത ഒരു പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് BLO-മാർ എന്ത് ചെയ്യണം, ഡോർ ടു ഡോർ ഓരോ വീട്ടിലും പോയിട്ട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം. അത് അക്കോർഡിംഗ് ടു ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡറ്ററി ആണ്. അതായത് ഡോർ ടു ഡോർ പോവുക എന്നുള്ളത്. അത് പോയിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ BLO-മാരുടെ ഒരു ബേർഡനാണ്. കാരണം എത്ര വീടുകളിൽ ഇവർ പോകണം. അത് മാത്രമല്ല ഈ ഫോം കൊടുക്കണം, ചിലപ്പോൾ പോകുന്നിടത്ത് ആളുണ്ടാവില്ല, അപ്പോൾ ഫോം അവിടെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം, പിന്നെയും അവിടെ പോകണം, അതുപോലെ ഫോം പൂരിപ്പിക്കാൻ പോകണം, പിന്നീട് അത് കളക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ എല്ലാ വീട്ടിലും എത്തണമെന്ന് അല്ലെങ്കിൽ എത്താൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ചെറിയൊരു ടൈമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഈ BLO-മാർക്ക്. ആ ഒരു ചെറിയ ടൈം കൊണ്ട് എല്ലാ കാര്യം, ഇവരെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഈ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആകുമെന്ന് കണ്ടറിയേണ്ടി വരും. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക്, കേരളത്തിൽ തന്നെ ഇവർക്ക് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലൂടെ, അതായത് പലയിടത്തും ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പറ്റുന്ന വീടുകളിലൊക്കെ പോയി ഈ കാര്യം നടത്തുകയും, എന്നാൽ അതേസമയം സൺഡേസിലൊക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ ഇതുപോലെ ഒരു ക്യാമ്പ് ഒക്കെ വെച്ചിട്ട് അവിടത്തേക്ക് ആളുകളോട് വരാൻ പറഞ്ഞ് അവിടുന്ന് വെരിഫൈ ചെയ്തിട്ടുള്ള സിസ്റ്റവും അവർ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ബേർഡൻ മനസ്സിലാക്കണം. കാരണം എത്രത്തോളം BLO-മാരാണ്, ടീച്ചർമാരാണ്,
ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആക്ച്വലി അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ് പ്രകാരം മാൻഡേറ്ററി ആണ് ഡോർ ടു ഡോർ വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ SIR പല സ്റ്റേറ്റിലും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ 100% ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പലയിടത്തും ക്യാമ്പൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഈ SIRന്റെ എനുമറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത കംപ്ലൈന്റ് BJPക്ക് എങ്ങനെയാണ് ഈ കർണാടക ഇഷ്യൂവിൽ മാത്രം എങ്ങനെയാണ് പ്രശ്നം വരിക, അല്ലെങ്കിൽ കംപ്ലൈന്റുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്? അതിനർത്ഥം എന്ന് പറയുന്നത് BJP വിചാരിച്ച എന്തോ ഒരു കാര്യം അവർക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ കംപ്ലൈന്റുമായി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ആദ്യം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ഇവർ കംപ്ലൈന്റുമായി മുന്നോട്ട് വരണം. പക്ഷെ ഒരു കംപ്ലൈന്റ് പോലും BJP കൊണ്ടുവന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഓപ്പോസിഷൻ പറയുന്ന മറ്റൊരു കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് SIRുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ടതായിരുന്നു. അതായത് ബീഹാറിലെ SIRൽ 47 ലക്ഷം വോട്ടേഴ്സിന് ഇതിന്റെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതുപോലെ ആസാമിൽ SIR നടത്തിയപ്പോൾ 11 ലക്ഷം പേരെ തെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റോങ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ നോക്കിക്കഴിഞ്ഞാൽ 84 ലക്ഷം പേരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടും ഒരു കംപ്ലൈന്റും BJPക്ക് ഉണ്ടായിട്ടില്ല. എന്തിന് കംപ്ലൈന്റ് പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും BJP പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട്? കാരണം ഇത്രയും അധികം ആളുകളെ SIRൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടും ഒരു അക്ഷരം, ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാത്ത BJPക്ക് എങ്ങനെയാണ് ഇപ്പോൾ കംപ്ലൈന്റ് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഓപ്പോസിഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓപ്പോസിഷൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യൂ, ഈ SIR എന്ന് പറയുന്നത് വോട്ടർ വെരിഫിക്കേഷൻ പ്രോസസ് അല്ല, വോട്ട് ഡിലീഷൻ പ്രോസസ് ആണെന്ന് നിങ്ങൾ ആദ്യം സമ്മതിക്കൂ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നമുക്കറിയാം SIRുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അലിഗേഷൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അതായത് ചിലയിടത്ത് ഈ SIR ഫോം എത്തുന്നില്ല, ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേറെയും പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ SIRുമായിട്ട് വന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അപ്പോഴൊന്നും ഈ BJP പറഞ്ഞില്ല, കംപ്ലൈന്റ് പറഞ്ഞില്ല. ഒപ്പോസിഷൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ആദ്യമൊന്നും ഇല്ലാത്ത കംപ്ലൈന്റ് ഈ കർണാടക ഇഷ്യൂവിൽ മാത്രം എങ്ങനെയാണ് BJPക്ക് വരുന്നത് എന്നാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കാനല്ല. അതായത് ഡോർ ടു ഡോർ മാൻഡറ്ററി ആണെന്ന് പറഞ്ഞാൽ അത് മാൻഡറ്ററി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ഈ BLOമാരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ കുട്ടികളെ കുറിച്ച് ചെയ്യിക്കുന്നതും ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ന്യായീകരിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇരട്ടത്താപ്പ്, അതായത് മറ്റിടത്ത് ഒക്കെ നടന്നപ്പോൾ SIRൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ BJP ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവർ അത് വലിയൊരു പ്രശ്നമാക്കി കാണുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.